ഇസ്രയേൽ പാർലമെന്റിൽ ഡൊണാൾഡ് ട്രംപിന്റെ തള്ളും അതിനുശേഷം ഡൊണാൾഡ് ട്രംപിനെ വാതോരാതെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിൻ്റെ കുറേ നാട്യങ്ങൾ നിറഞ്ഞ ഡയലോഗ് അടിയുമായിരുന്നു നിറഞ്ഞു നിന്ന ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിലെടുത്തു പറയേണ്ടത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 8 മാസത്തിനിടയിൽ അവസാനിപ്പിച്ച നിരവധിയായ യുദ്ധങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇനിയും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ടും തന്നെ ആരും നോബൽ സമ്മാനം നൽകുന്നതിൻ്റെ കാര്യത്തിൽ പരിഗണിച്ചത് പോലുമില്ല. ഇത് പക്ഷപാത രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുകയാണ്. നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം അതാണ് ഇതിൻ്റെ എല്ലാം വഴിത്തിരിവായത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയുമോ എന്ന ഭയം നന്നായിട്ട് ട്രംപിനെ അലട്ടിയിരുന്നു. കാരണം ദൈനംദിന വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളെ പിണക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയുടെ സ്വാധീനം അത് വലിയ തോതിൽ കുറയും എന്ന് ട്രംപിന് നന്നായി അറിയാം. ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ പോരാട്ടങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തള്ളിവിടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? കൃത്യമായി പറഞ്ഞാൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്ന ഇസ്രയേലിലെ 20ഓളം പേരെ, അതിൽ 7 പേരും പിന്നീട് 13 പേരുമായി 2 ഘട്ടങ്ങളിലായി റെഡ് ക്രോസ് വഴി മോചിപ്പിച്ചിരിക്കുന്നു. അതുകൂടാതെ 28 പേരുടെ മൃതദേഹവും വിട്ടു നൽകി. ഇവിടെ എടുത്തു പറയേണ്ടത് ഹമാസ് കീഴടങ്ങി അല്ലെങ്കിൽ ഹമാസിനെ തുരത്തി ഓടിച്ചു, ഗാസയെ പരിപൂർണമായി ഭീകരമുക്തമാക്കി എന്നൊക്കെ തട്ടിവിടുകയാണ് ഡൊണാൾഡ് ട്രംപ്. യഥാർത്ഥത്തിൽ ഗാസയിൽ തങ്ങി നിൽക്കുന്ന ഭീകരവാദികളായി ഹമാസിനെയും അതുപോലുള്ള ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയും ചിത്രീകരിച്ച് വീണ്ടും വീണ്ടും തെറ്റായ സന്ദേശങ്ങൾ ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. 67,000-ഓളം പേർ, നിരപരാധികളായ 67,000-ഓളം പേർ ഗാസയിൽ മരണമടഞ്ഞതിൻ്റെ, ഫലസ്തീനിൽ മരണമടഞ്ഞത് വെറുതെയല്ല. പട്ടിണി കിടന്നോ അവർ അനുഭവിച്ച യാതനയെക്കുറിച്ചോ ഒന്നും തന്നെ ട്രംപിനൊന്നും പറയാൻ കഴിയില്ല. അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് കാലം എണ്ണി കണക്ക് ചോദിക്കും എന്ന് കൃത്യമായി ഹമാസ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഹമാസ് പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ഇനി ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയുമായി വന്നാൽ ഇസ്രയേലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയാം എന്നുള്ളത് ഹമാസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം സശ്രദ്ധയോടെ ഈ കാര്യങ്ങളെ പറ്റി വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് ട്രംപ് അടുത്ത വെടി പൊട്ടിച്ചത്. ഇനി നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ടത് റഷ്യയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും റഷ്യയിലേക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് അത് വലിയ പ്രത്യാഘാതങ്ങൾ ആ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നുവെന്നും ഇനി അമേരിക്കയ്ക്ക് നേരെ കൊമ്പ് കോർക്കാനാണ് ശ്രമമെങ്കിൽ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുള്ള വെല്ലുവിളി നിറഞ്ഞ ഡയലോഗാണ് അവിടെ അടിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഇസ്രയേലിൻ്റെ പരമോന്നത ബഹുമതി അത് നൽകാൻ ട്രംപിൻ്റെ പേര് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു തട്ടിവിടുകയാണ്. പക്ഷേ ഇരു രാജ്യങ്ങളും മറന്നുപോയൊരു കാര്യമുണ്ട്. ഫലസ്തീനിൽ സമ്പൂർണമായ വെടിനിർത്തലിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ധാരണയിലേക്ക് ഒപ്പുവെച്ചിട്ട് ഇസ്രയേൽ അത് ലംഘിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത് ട്രംപ് ഇവിടെ കിടന്ന് പാർലമെന്റിൽ പ്രസംഗിക്കുന്ന രീതി പോലെ ആയിരിക്കില്ല. ട്രംപിനെ എതിർക്കുന്നവരാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റുകളും അവിടുത്തെ സാധാരണ സിവിലിയൻസും. അവർ ഉറച്ച സ്വരത്തിൽ പറയും ഇസ്രയേലിൻ്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ട്രംപ് രാജിവെക്കേണ്ടതാണ്. നോക്കുക, ചരിത്രത്തിലാദ്യമായി ഒരു ഇംപീച്ച്മെന്റ് നേരിട്ട പ്രസിഡന്റ് കൂടിയാണ് ട്രംപ്. ട്രംപിൻ്റെ ഒരു പരിപാടിയും നടക്കാൻ പോകുന്നില്ല.